ഇന്ന് നല്ല ടേസ്റ്റി മസാലയോട് കൂടിയിട്ടുള്ള നല്ലൊരു ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പിയാണ്. ബീഫ് വാങ്ങിക്കുമ്പോൾ ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കണേ. അത്രയ്ക്കും കിടിലൻ ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ടിയതാണ്. ഇതിനായിട്ട് ഞാൻ ബീഫ് ഒന്ന് വേവിച്ചെടുത്തതാണ്. മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും ഒക്കെ ഇട്ട്, കുരുമുളക് പൊടിയാണ് ചേർത്തത്, ഉപ്പും ഇട്ട് ബീഫ് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വെന്ത് പോകരുത്. അത്യാവശ്യം ഒരു 80% വേവിൽ തന്നെ നമ്മൾ വേവിച്ചെടുക്കണം. ഒത്തിരി നേരം നമ്മളിത് കുക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഒരു 80% വേവിൽ ബീഫ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അതുമല്ല, ബീഫ് വേവാൻ വെക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ആ ബീഫിൽ തന്നെ വെള്ളമുണ്ട്, അത് ഇറങ്ങി വെന്ത് കിട്ടുമ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. ആ വെന്ത് കിട്ടുന്ന വെള്ളം ഉൾപ്പെടെ നമുക്ക് ഇതുപോലെ ഒരു പാനിൽ ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം കുറച്ചൊന്ന് വറ്റി വരുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാവേ. കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ഈ ബീഫ് വരട്ടീൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ ടേസ്റ്റ് കൂട്ടാനായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് കൊച്ചുള്ളി. എന്നിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 സവാള ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാവേ. ഒരു മീഡിയം വലുപ്പത്തിലുള്ള 2 സവാളയാണ് എടുത്തേക്കുന്നത്. 2 സവാള അരിഞ്ഞതാണ്, അതും ചേർത്ത് കൊടുക്കാം. നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ ഈ കൂട്ടത്തിൽ തന്നെയാണ് ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി ഒന്ന് കീറിയിട്ട് കൊടുത്താൽ മതിയേ. 4ആയിട്ടോ 2ആയിട്ടോ കീറിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അന്നേരം ഇടയ്ക്ക് ഈ ഒരു വെളുത്തുള്ളിയൊക്കെ കഴിക്കാൻ കിട്ടുന്ന നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇനി നമ്മൾ ഇട്ട് കൊടുത്ത സവാളയിൽ നിന്നൊക്കെ അത്യാവശ്യം വെള്ളം ഇറങ്ങി ഒന്നും കൂടെ ഒന്ന് കുഴഞ്ഞു വരുവേ. നമ്മൾ ബീഫ് വേവിക്കാൻ വെക്കുമ്പോൾ ആ വെള്ളത്തിൽ തന്നെ വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കരുത്. ആ വെന്ത് കിട്ടുന്ന വെള്ളവും നമ്മൾ ഇതുപോലെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്ത് വേണം നമ്മൾ ഈ ഒരു ബീഫ് വരട്ടിയത് ചെയ്തെടുക്കാൻ. എങ്കിലും മാത്രമേ നല്ലൊരു ടേസ്റ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുവേ. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതേ രീതിയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുവരെ ഇതിൽ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. ഓയിൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒത്തിരി ഓയിലൊന്നും ആവശ്യം വരുന്നില്ലേ. നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബീഫ് വേവിച്ച സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്താണ് വേവിച്ചത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയേ. നമ്മൾ ഇതിൽ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതിനൊക്കെ കണക്കാക്കി മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഉപ്പ് നോക്കിയിട്ട് നമ്മൾ മസാലകളൊക്കെ ചേർത്ത് പിന്നെ അതിന് ശേഷം ഉപ്പ് നോക്കിയതിന് ശേഷം ബാക്കി ഉപ്പ് ചേർത്താൽ മതിയേ. എന്നിട്ട് ഉപ്പ് ചേർത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവേ. ഞാൻ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ 1 സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി ഞാനൊരു 2.5 സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ 1 സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലിയും 1.5 സ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1 സ്പൂൺ അളവിൽ നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയേ. ബീഫ് വരട്ടേൻ്റെ അകത്ത് മല്ലിപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയേ. അന്നേരം 2.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടിക്ക് ഞാൻ 1 സ്പൂൺ അളവിലാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തേക്കുന്നത്. മല്ലിപ്പൊടി തോനെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് ഇതിൽ അടി പിടിക്കും. പെട്ടെന്നാണ് ഇതിൽ കങ്ങൽ കയറും, തീ കയറിയിട്ട് പിന്നെ ഒരു കരിഞ്ഞ് ചവ വരും. അന്നേരം മല്ലിപ്പൊടി എപ്പോഴും വരട്ടി എടുക്കുന്നതിന് കുറച്ച് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ടേസ്റ്റും അങ്ങതായിരിക്കും നല്ലത്. എന്നിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണമേ. ഇനി വേണം നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാൻ. ഈ ഒരു സമയത്ത് മാത്രം നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. അതാവുമ്പോൾ നമുക്ക് ഒത്തിരി ഓയിലിൻ്റെ ആവശ്യം വരുന്നില്ലേ. നമ്മൾ ബീഫ് വരട്ടീൻ്റെ അകത്ത് കോക്കനട്ട് ഓയിൽ തന്നെ ചേർത്ത് കൊടുത്ത് ചെയ്യുന്നതായിരിക്കും ടേസ്റ്റ്. ഇതിലിപ്പം ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ഇപ്പം ഓയിൽ ഒഴിച്ച് കൊടുക്കും. പിന്നെ ലാസ്റ്റ് കുക്കായതിന് ശേഷം 1 സ്പൂൺ അളവിൽ ഓയിലും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് വരട്ടിയെടുക്കുവേ.
ഇപ്പോൾ ഒരു 2 സ്പൂൺ അളവിലാണ് ഓയിൽ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. നല്ല രീതിയിൽ കുഴഞ്ഞൊക്കെ വരുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ നമുക്ക് ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ നമുക്ക് ഇത് എടുക്കാവുന്നതാണ്. ഓൾറെഡി നമുക്ക് കുക്കായതാണ് ബീഫ്. ഇത്രയും ഗ്രേവിയിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് വേണം നമ്മൾ പിന്നെ പെരുംജീരകപ്പൊടി ചേർത്ത് കൊടുക്കാൻ. പെരുംജീരകപ്പൊടി ഞാൻ 1 സ്പൂൺ അളവിൽ തന്നെ പെരുംജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. നല്ല കിടിലൻ ടേസ്റ്റുമാണ്. എന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇതിലെ മസാലകൾക്ക് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. ഇതിൽ നല്ല ഒരു മസാലകളൊക്കെ പെരണ്ട രീതിയിലാണ് നമ്മൾ ഈ ബീഫ് വരട്ടിയത് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഈ കറികളുടെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു ബീഫ് വരട്ടിയത് മാത്രം മതിയേ. ഇപ്പം നല്ല രീതിയിൽ അത് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാവേ. മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്യണേ. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ മല്ലിയില ഒന്ന് വാടും. ആ മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ നമ്മുടെ ആ ഒരു മസാലയിലൊക്കെ പിടിച്ച് കിട്ടുവേ. നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് 1 സ്പൂൺ അളവിൽ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണേ. 1 സ്പൂൺ അളവിൽ മാത്രം നമുക്ക് കൊക്കോനട്ട് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം. അന്നേരം നല്ലൊരു മണമായിരിക്കും ആ ലാസ്റ്റ് നമ്മൾ ആ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അന്നേരം ഒത്തിരി ഓയിൽ നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല. വെറും 3 സ്പൂൺ അളവിലാണ് ഓയിൽ ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ആ ബീഫിൻ്റെയൊക്കെ ആ ഒരു നെയ്യിലൊക്കെ ആ ഒരു കൊഴുപ്പിലൊക്കെ നല്ല രീതിയിൽ ഇത് വരണ്ട് കിട്ടുവേ. അങ്ങനെ നമ്മുടെ ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫ് വാങ്ങിക്കുമ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത്രയും ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.